ഹായ് സുഹൃത്തുക്കളെ, സിങ്സ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് വിയറ്റ്നാമിലെ ഗൊറില്ല യുദ്ധം നടന്ന ഒരു സ്ഥലത്തേക്കാണ്. അമേരിക്കൻ ശക്തികളെ തോൽപ്പിക്കാൻ ഗൊറില്ല യുദ്ധം നടത്തി, ടണലുകൾ ഉണ്ടാക്കി യുദ്ധം നടത്തിയ രീതികളും അവിടുത്തെ കാഴ്ചകളും കാണാനാണ് നമ്മൾ പോകുന്നത്. ആ യുദ്ധം അറിയപ്പെടുന്നത് കമ്മ്യൂണിസ്റ്റ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് വിയറ്റ്നാമും പഴയ ഉത്തര കൊറിയ, റിപ്പബ്ലിക് ഓഫ് വിയറ്റ്നാമും ദക്ഷിണ കൊറിയ ഇവർ തമ്മിൽ നടന്ന ഒരു യുദ്ധമാണ് വിയറ്റ്നാം യുദ്ധം. വിയറ്റ്നാമിലെ ആഭ്യന്തര യുദ്ധമെന്നതിലുപരി അമേരിക്ക കമ്മ്യൂണിസ്റ്റ് ശക്തികൾക്കെതിരെ നടത്തിയൊരു യുദ്ധമായിരുന്നത്. അതിൻ്റെ അവശേഷിക്കുന്ന ചരിത്രം നമുക്കിവിടെ കാണാൻ കഴിയും. കമ്മ്യൂണിസ്റ്റ് ശക്തികൾക്കെതിരെ 1955 മുതൽ 1975 വരെയാണ് യുദ്ധം നടന്നത്. ഇപ്പോഴത്തെ വിയറ്റ്നാമിൽ ഇതിനെ അമേരിക്കൻ യുദ്ധം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അവർ പൊതുവെ പറയുന്നത് എങ്ങനെയാണ്, വിയറ്റ്നാം യുദ്ധത്തിൽ വിയറ്റ്നാമിലേക്ക് അമേരിക്കൻ സൈന്യത്തെ നേരിട്ട് ഗൊറില്ല യുദ്ധതന്ത്രങ്ങൾ ഉപയോഗിച്ചതാണ് അവർ നേരിട്ടത്. അമേരിക്കൻ സൈനിക ശക്തിയോട് അവർക്ക് പൊരുതി നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് ഗൊറില്ല യുദ്ധ രീതിയാണ് അവർ ഉപയോഗിച്ചിരുന്നത്. അതായത് ടണലുകൾ കുഴിച്ചും ചെറിയ ബങ്കറുകളൊക്കെ ഉണ്ടാക്കി അതിൽ ഒളിച്ചിരുന്നു, കെണികളൊക്കെ വെച്ച് ചെറു സംഘങ്ങളായി ഒളിച്ചിരുന്ന് ആക്രമിച്ച് ഓടുന്ന രീതിയാണ് അവർ അമേരിക്കൻ ശക്തിയെ നേരിട്ടത്. ഇത് അമേരിക്കൻ ആർമിയെ വളരെ സമ്മർദ്ദത്തിലാക്കുകയും ഇവരെ കണ്ടുപിടിക്കാൻ കഴിയാനുള്ള രീതികൾ അവർക്ക് ഇല്ലായിരുന്നു. അത് വലിയ വനത്തിനകത്തുള്ള കാട്ടിനകത്ത് അവർക്ക് ജനപിന്തുണയുണ്ടായിരുന്നു. അതുപോലെ വലിയ കുഴികളിൽ കെണികളൊക്കെ ഉണ്ടാക്കി, ഇതുപോലെയുള്ള ബങ്കറുകളൊക്കെ ഉണ്ടാക്കി ട്രാപ്പ് സിസ്റ്റം ആണ് ഉപയോഗിച്ചിരുന്നവർ. രാത്രിയിലുള്ള ആക്രമണങ്ങളും ഉണ്ടായിരുന്നു. അമേരിക്കൻ ശക്തികളോട് രാത്രിയിൽ ഉള്ള ആക്രമണങ്ങളൊക്കെയാണ് കൂടുതലും. ഇതുപോലുള്ള ചെറിയ ടണലുകൾ ഉണ്ടാക്കി അതിൽ ഒളിച്ചിരുന്ന് ആക്രമിക്കുന്ന രീതികളായിരുന്നു. അവിടെ പോയപ്പോൾ ഒരു വ്യത്യസ്ത അനുഭവമായിരുന്നു അത്. അവരത് ഓരോ ഇതിലൊക്കെ ടൂറിസ്റ്റുകൾ വന്ന് നമുക്ക് ഒരു ഇരുന്ന രീതികൾ പരിചയപ്പെടുത്തി തരികയാണ്. ഇങ്ങനെ വിളിച്ചിരുന്നാൽ ആർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല. അതും ഘോരമായ വനമല്ല, മൊത്തം കാടാണ്. വിയറ്റ്നാം യുദ്ധത്തിൽ വിയറ്റ്നാമീസ് അമേരിക്കൻ സൈന്യത്തെ നേരിട്ടത് ഈ രീതിയിലാണ്, ഗൊറില്ല യുദ്ധതന്ത്രങ്ങൾ ഉപയോഗിച്ചാണ്. ഇതുപോലുള്ള ട്രാപ്പുകൾ ഉണ്ടാക്കി അതിൽ മൂർച്ചയേറിയ ആയുധങ്ങൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് വൻ സൈനിക ശക്തിയെ അവർ നിസ്സാരമായി പരാജയപ്പെടുത്തിയത്. നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസാണ് ഇവിടെ. ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. നമ്മുടെ ഗൈഡാണ് പിങ് പോങ്. അവൻ ഇതിനെക്കുറിച്ചെല്ലാം വിശദമായി പറഞ്ഞു തരുവാണ്. ഇത് കണ്ടാലൊരു ചിതൽപ്പുറ്റ് പോലെ തോന്നും, പക്ഷേ അതല്ല. അത് ഈ ബങ്കറുകൾക്കുള്ളിൽ, അതായത് ടണലുകളിൽ ഓക്സിജൻ കിട്ടാൻ വേണ്ടി അവർ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. കാരണം അത് കണ്ടാൽ പെട്ടെന്ന് സൈന്യത്തിന് തിരിച്ചറിയാൻ കഴിയില്ല. ഒരു പ്രത്യേക അനുഭവമായിരുന്നു. അവരുടെ ചരിത്രമുറങ്ങുന്ന മണ്ണാണത് വിയറ്റ്നാമീസിന്. അവിടെ തന്നെ കുറേ സ്റ്റാച്യു ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അവർ. ഇതും ഒരു ബങ്കറാണ്, ഒരാൾക്ക് കഷ്ടിച്ച് പോകാൻ പറ്റുന്ന സ്ഥലമാണ്. അത് വളരെ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. ഇവർ ഈ ബങ്കർ ഒരു സ്ഥലത്ത് പോയാൽ പല സ്ഥലത്ത് കൂടി ഇറങ്ങി വരാനുള്ള എക്സിറ്റ് ഉണ്ട്, പക്ഷെ അത് ആർക്കും മനസ്സിലാവാത്ത രീതിയിലാണ് അവരത് ചെയ്തിരിക്കുന്നത്. ആയുധബലവും സൈനിക ശക്തിയും കുറവായതിനാൽ അവരുടേതായ ബുദ്ധിയിൽ ഒരു ഗൊറില്ല യുദ്ധരീതിയാണ്. ഇതവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്ന സ്റ്റാച്യൂസാണ്. അതും പഴയ മിലിറ്ററിക്കാരുടെ യൂണിഫോമും അവർ ടെൻ്റടിച്ച് താമസ സ്ഥലമൊക്കെയാണത്. കാണാൻ ഒത്തിരി ഉണ്ട്. കറങ്ങി ഏക്കർ കണക്കിന് കിടക്കുമല്ലേ കാടും. അവിടെ തന്നെ ചെറിയ ഡെസ്റ്റിനേഷനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലെ.
അവിടുത്തെ സുവനിയർ വിൽക്കുന്ന ഷോപ്പുകളും ഒക്കെ ഉണ്ട് അവിടെ. നമുക്കത് ബങ്കറിൽ നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ. അതായത് 70 മീറ്ററും 30 മീറ്ററും ഒക്കെ ഉള്ള ഭൂമിക്കടിയിലുള്ള ഭൂഗർഭ വഴികളുണ്ട്. അതിൽ കൂടെ നമുക്ക് ഇറങ്ങാം. അറ്റ് യുവർ ഓൺ റിസ്ക് എന്നാണ് അവൻ പറയുന്നത്. ചില സ്ഥലങ്ങളിൽ ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട്. ആ ബ്രീത്തിങ് പ്രോബ്ലം പരിഹരിക്കാനാണ് ഇതുപോലെയുള്ള ഓക്സിജൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ചിതൽപ്പുറ്റ് പോലെ അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ കാഴ്ചകൾ നമ്മൾ പിന്നെ അമേരിക്കൻ ഇവരുടെ ഒരു മ്യൂസിയം ഉണ്ട്. അമേരിക്കൻ സൈന്യം ഇവരെ പാർപ്പിച്ചിരുന്ന ജയിലും തടവുകാർ അതിക്രൂരമായിട്ടാണ് അവർ പെരുമാറിയിരുന്നതെന്നാണ് ഈ ഗൈഡ് നമ്മളോട് പറയുന്നത്. ഇത് ആ വനത്തിനുള്ളിൽ ഇത് എങ്ങനെ കൊണ്ടുവന്നെന്നാണ് ഞാൻ ആലോചിച്ച് കുറച്ച് നേരം. ഈ ടാങ്കറുകളൊക്കെ ഇപ്പം തന്നെ നമുക്ക് നടന്നു പോകാനുള്ള വഴികളേ ഉള്ളൂ. അപ്പോൾ അന്നത്തെ കാലത്ത് അതെങ്ങനെ അവരവിടെ വനത്തിനുള്ളിൽ എത്തിച്ചു എന്നാണ് ഞാൻ ചിന്തിച്ചത്. ഇവൻ നല്ല വ്യക്തമാക്കി എല്ലാം പറഞ്ഞു തരുന്നുണ്ട്. നല്ലൊരു ഗൈഡായിരുന്നു. പക്ഷെ അവന് സ്ഥിരം അവിടെ വരുന്നതല്ലേ, അവിടുത്തെ കാരണമായതുകൊണ്ട് എല്ലാ കഥകളും ചരിത്രവും അവനും ബൈഹാർട്ടാണ്. ഇതൊക്കെ പണ്ടവർ ഉപയോഗിച്ചിരുന്ന കിണികളാണ്, ട്രാപ്പ് സിസ്റ്റമാണ്. അതൊക്കെ അവരിപ്പോഴും സംരക്ഷിക്കുന്നുണ്ട്. ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടാണ് എങ്കിൽ കൂടി അവർ നല്ല രീതിയിൽ അത് സംരക്ഷിക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോ വ്യത്യസ്തമായ ട്രാപ്പുകളാണ്. അമേരിക്കൻ സൈന്യത്തെ വീഴ്ത്താൻ വേണ്ടി അവർ ഉപയോഗിച്ചിരുന്ന കിണികളാണത്. വ്യക്തമായി പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ എന്തൊക്കെയാണ്, എങ്ങനെ യൂസ് ചെയ്യുന്നു എല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട് അവിടെ. സ്റ്റിക്കിംഗ് ട്രാപ്പ്, ഫോളിംഗ് ട്രാപ്പ്, റോളിംഗ് ട്രാപ്പ്, അങ്ങനെ ഒത്തിരി ഉണ്ട്. ആധുനിക സൗകര്യങ്ങളില്ലാതെ അന്ന് സൈന്യത്തെ തുരത്തി ഓടിക്കാൻ അവരുപയോഗിച്ച മാർഗങ്ങളാണിതെല്ലാം. മൈനുകൾ കുഴിച്ചിട്ടും ഇതുപോലെ വലിയ വലിയ കെണികളുണ്ടാക്കിയാണ് അവരെ പരാജയപ്പെടുത്തി എന്നാണ് ഗൈഡ് പറയുന്നത്. ഇത് ഒരു ബങ്കറിനുള്ളിൽ ഇതവരുടെ ആയുധങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഏരിയയാണ്. അതുപോലെ തന്നെ അവർ പ്രതിമകളൊക്കെ ഉണ്ടാക്കി നല്ല ഭംഗിയായി സംരക്ഷിക്കുന്നുണ്ട്. ഇത് ബോംബറൊക്കെയാണ്, പഴയ മിസൈലുകളും അതിൻ്റെ വെയിറ്റും എല്ലാം വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട്. ഇതന്ന് അവർ യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളാണ്. ഇത് നമുക്കവിടെ ഒരു $24 കൊടുത്താൽ ഒറിജിനൽ AK-47 വെച്ച് നമുക്ക് 10 റൗണ്ട് ഷൂട്ട് ചെയ്യാം. അത് നല്ലൊരു പൈസ ഉണ്ടാക്കാനുള്ള മാർഗ്ഗമാണ്. അവർ ശേഷിച്ച് ഒരുപാട് ആൾക്കാരത് ഉപയോഗിക്കുന്നുണ്ട്. അതൊരു പ്രത്യേക എക്സ്പീരിയൻസാണ്, നല്ലൊരു എക്സ്പീരിയൻസാണ്. ഒറിജിനൽ ഗൺ, അതായത് AK-47 വെച്ച് നമുക്ക് 10 റൗണ്ട് വെടിവെക്കാം. ഇതവിടുത്തെ ഒരു സൂനിയർ ഷോപ്പാണ്. എല്ലാം നല്ല എക്സ്പെൻസീവാണ് കേട്ടോ, വില കുറവൊന്നുമില്ല.
acoustic guitar blend with the gentle sound of the waves crashing against the shore. A serene melody weaves through the breeze, creating a soothing rhythm that mirrors the ocean's ebb and flow. The sound of distant gulls and the rolling tide add layers to the tranquil sense tape of this coastal escape. Let the music guide you into an untouched paradise where stress dissolves like footprints in the sand. ഇനി നമുക്ക് ബങ്കറിനകത്ത് ടണലിനകത്ത് കുറച്ച് കാഴ്ചകൾ കാണാം. ഒരുപാട് ദൂരോട്ട് പോകുന്നതൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് പറ്റിയില്ല കേട്ടോ. അതിനകത്ത് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ശ്വാസം മുട്ട്, ചെറിയ ബ്രെത്തിങ്, പ്രശ്നമൊന്നുമില്ല. എന്നാലും എല്ലാവർക്കും അതിനകത്തിറങ്ങി പോകാനൊരു ബുദ്ധിമുട്ട്. അത് കാരണം നമ്മൾ പ്രകൃതിക്ക് വെച്ച് നിർത്തി. മുട്ടിലിഴഞ്ഞു പോകുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. സ്ട്രൈറ്റ് പോയാൽ നമുക്ക് മുട്ടിലിഴഞ്ഞു പോകേണ്ടി വരും. ഇഴഞ്ഞു പോകുന്ന സ്ഥലങ്ങളുണ്ട്. നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല. കുറച്ചൊരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് ഒന്ന് ഇറങ്ങി തിരിച്ച് കയറി. 17 മീറ്ററൊക്കെ ഉള്ളതുണ്ട് കണക്കിന് ടണലുകൾ. ഇതിലാണ് അവർ വിളിച്ചിരുന്ന യുദ്ധം ചെയ്തിരുന്ന സ്ഥലങ്ങളാണത്. ഇനി കുറച്ച് പുറത്തെ കാഴ്ചകൾ കാണാം. അതിൽ നമ്മുടെ കൂടെ വന്ന കുറച്ച് പേര് വലിയ ടണലിൽ ഇറങ്ങിയായിരുന്നു. ഇനി അവരെ തേടി അങ്ങോട്ട് പോവുകയാണ്. അവരെ കാത്തുനിൽക്കുക അവിടെ പോയി. ആദ്യം നമ്മളെ ഗൈഡൊന്ന് ഭയപ്പെട്ടു. അതിലേക്ക് അവരെ കാണുന്നില്ല, വരേണ്ട സമയം ആയിട്ടും കാണുന്നില്ല. അങ്ങനെ പറഞ്ഞത് ചിലപ്പോൾ തിരിച്ചു പോയി കാണുന്നു. തിരിച്ചു നോക്കിയിട്ട് അവരെ കാണുന്നില്ല. അത് നമ്മളും കുറച്ച് നേരം പേടിച്ചു പോയി. എന്തായാലും അവർ വന്നു. ഇത് ഇത്തിരി ദൂരം കൂടുതലാണ്, 17 മീറ്റർ എന്നാണ് അവൻ പറഞ്ഞത്. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും ജീവിതത്തിൽ ഇതൊക്കെ പോയി കാണാൻ കഴിഞ്ഞാൽ വളരെ ഭാഗ്യമായി കരുതുന്നു. ഒത്തിരി കാഴ്ചകളുണ്ട് ഇനിയും ബാക്കി. ഇനി കുറച്ച് പുറമേയുള്ള കാഴ്ചകൾ കാണാം. ഇനി അവിടെ ഒരു ചെറിയൊരു മ്യൂസിയം പോലെ അവർ ചെയ്തിട്ടുണ്ട്. അതായത് പണ്ട് അമേരിക്കൻ ആർമി ഉപയോഗിച്ചിരുന്ന കുറേ ആയുധങ്ങൾ അവർ നല്ല രീതിയിൽ ഈ മ്യൂസിയത്തിൽ സൂക്ഷിക്കുന്നുണ്ട്. ഇത് നമുക്ക് ചെറിയൊരു സ്നാക്സ് അവർ കോംപ്ലിമെൻ്റായിട്ട് തരുന്നുണ്ട്. വേറൊന്നുമല്ല, നമ്മുടെ നാട്ടിലെ കപ്പയും കട്ടൻ ചായയും അതൊക്കെ കഴിച്ച് ഒരു ചെറിയ ആശ്വാസമായി. ഇനി നമുക്ക് ലഞ്ചിനുള്ള സമയം. അതിന് ഇവിടുന്ന് പുറത്ത് പോയിട്ടാണ് കഴിക്കുന്നത്. അതിനു മുമ്പ് ഇതൊക്കെ
കുറച്ച് സെൽഫി ആ സ്റ്റാച്ചുവിൻ്റെ അടുത്ത് നിന്ന് കുറച്ച് സെൽഫിയൊക്കെ എടുത്ത് ബാക്കി ഭാഗം നമുക്കടുത്ത എപ്പിസോഡിൽ കാണാം. ഇത് കുറച്ച് ആ മ്യൂസിയത്തിനകത്തുള്ള കുറച്ച് കാഴ്ചകൾ കൂടി നമുക്ക് കാണാം. ഇതെല്ലാം എപ്പോഴും അവർ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നുണ്ട്. പണ്ട് യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളാണ് അതെല്ലാം. ഓക്കെ, അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ബാക്കിയുള്ള ഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിൽ ഇടുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.